വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ മുടിയുടെ ഗ്രോത്ത് കുറയും കേട്ടോ, മുടി നേർത്തു പോകുന്ന അവസ്ഥയുണ്ടാകും. ഇതൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഡി ശരീരത്തിൽ നോർമലാണ് നമ്മൾ ഉറപ്പുവരുത്തണേ. മാത്രമല്ല വൈറ്റമിൻ ഡി ശരിയായിട്ട് ശരീരത്തിലുണ്ടെങ്കിൽ മാത്രമേ പുതിയ ഹെയർ ഫോളിക്കിളുകൾ തലയിൽ ഉണ്ടാവുകയുള്ളേ. അങ്ങനെ വന്നാൽ മാത്രമേ മുടിയുടെ ഉള്ളിൽ കൃത്യമായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ. ഇത് നമുക്ക് ലഭിക്കുന്നത് ഭക്ഷണത്തിൽ നിന്നും സൂര്യപ്രകാശത്തിൽ നിന്നുമാണ്. നമ്മൾ കഴിക്കുന്ന പച്ചക്കറിക്കകത്ത് വൈറ്റമിൻ D2 അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ D3 കിട്ടണമെന്നുണ്ടെങ്കിൽ മുട്ട, മത്സ്യം, കൂണ്, പിന്നെ സൂര്യപ്രകാശം എന്നിവയിൽ നിന്നുമാണ് നമ്മുടെ ശരീരത്തിലേക്ക് വൈറ്റമിൻ D3 ലഭിക്കുന്നത്. ചെറുപ്പക്കാർക്കോ കുഞ്ഞുങ്ങൾക്കോ ഗ്രോത്ത് സ്റ്റേജിൻ്റെ സമയത്ത് മുടി അമിതമായി പൊഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് വൈറ്റമിൻ ഡി ആണ്. വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ഒരു ഫാറ്റ് സോലബിൾ വൈറ്റമിൻ ആണ്. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കൊഴുപ്പിൻ്റെ രൂപത്തിലാണ് വൈറ്റമിൻ ഡി കൂടുതലും കാണപ്പെടുന്നത് മാത്രമല്ല കേട്ടോ, നമ്മുടെ ശരീരത്തിൽ കൂടുതലും യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നതും ഈ രൂപത്തിൽ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ സ്വയം മെഡിക്കൽ സ്റ്റോറിൽ പോയി ഗുളിക വാങ്ങി കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ വൈറ്റമിൻ ഡി ഒരു പരിധിക്ക് മുകളിൽ കൂടുവാൻ വേണ്ടിയിട്ട് കാരണമാവും. വൈറ്റമിൻ ഡി കൂടിയാലും കുഴപ്പമാണ് കേട്ടോ, കുറഞ്ഞാലും പ്രശ്നമാണ്. ബാക്കി ഹെയർ റിലേറ്റഡ് ടിപ്സ് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഒപ്പം ലൈക്ക്, ഷെയറും കമൻറ്റ് എല്ലാം ചെയ്തേക്കാം. പുതിയൊരു ടിപ്പായിട്ട് കാണാം.